എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ചോദ്യം ഇന്ന് രാവിലെ ഹൃദയവിദ്യ ഫൗണ്ടേഷൻ്റെ ദേവി മഹാത്മ്യം ക്ലാസ്സിനിടയ്ക്ക് വന്നു. അതായത് അവർ ചോദിച്ച ചോദ്യം ഇതാണ്: എന്തിനാണ് ഹിന്ദുക്കൾ ഈ ആനത്തലയുള്ള ഗണപതിയെ ആരാധിക്കുന്നത്? ആനത്തലയുള്ള ഗണപതിക്ക് ഒരു എലി വാഹനമായിട്ടും വരുന്നു. ഇത്രയും വലിയ ഭീമാകാരനായ ഒരു ഗണപതിക്ക് എലി വാഹനമായിട്ടും വരുന്നു. ഇത് വലിയൊരു വിരോധാഭാസമല്ലേ? ഇതിനെയൊക്കെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നൊരു ചോദ്യം എൻ്റെ സുഹൃത്തിനോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ലോജിക്കലായൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതായത് ഗണപതി എന്നതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം ഗണാനാം പതി, ഗണങ്ങളുടെ പതി എന്നാണ്. അത് ജീവി സമൂഹമാവാം, ജീവഗണങ്ങളാവാം, ഭൂതഗണങ്ങളാവാം, നക്ഷത്രഗണങ്ങളാവാം, മന്ത്രഗണങ്ങളാവാം. അതിന് വൈദികമായും താന്ത്രികമായും പൗരാണികമായുമുള്ള സങ്കല്പങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വിശദമായിട്ട് വലിയൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ആനത്തലയും ഈ എലിയും ഗണപതിക്ക് വന്നത് എന്നതിനെപ്പറ്റി ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ തരണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ലോകത്ത് ആരാധനാക്രമങ്ങളിൽ ഈ വേദപൂർവകാലത്ത് തന്നെ പ്രബലമായിരുന്ന ഒരു ആരാധനാക്രമമാണ് അമ്മയെ ആരാധിക്കുക എന്നുള്ളത്. അമ്മ മുലയൂട്ടുന്ന ജീവികൾക്ക് അവരുടെ തങ്ങളുടെ അമ്മയോടുണ്ടാകുന്ന പ്രേമം, ആ ബന്ധം മറ്റൊന്നിനും ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്, സുവിദിതമാണത്. മുലയൂട്ടുന്ന ജീവികളിൽ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ആഫ്രിക്കൻ ബുഷ് എലിഫൻ്റ് ആണ്, ആഫ്രിക്കൻ ആനയാണ്. കരയിൽ മുലയൂട്ടുന്ന ജീവികളിൽ ഏറ്റവും വലിയ ലാൻഡ് മാമൽ എന്ന് പറയുന്നത് ആഫ്രിക്കൻ എലിഫൻ്റ് ആണ്. അതുപോലെ തന്നെ കരയിൽ ഏറ്റവും ചെറിയ സസ്തനി മുലയൂട്ടുന്ന ജീവി അമ്മ എന്ന് പറയുന്നത് ഷ്രൂ ആണ്, എട്രസ്കൻ ഷ്രൂ എന്ന് പറയുന്ന സാധനം. അത് വളരെ ചെറുതാണ്, ചെറിയ എലി. അപ്പോൾ ആഫ്രിക്കൻ ലാൻഡ് ആനിമൽ എലിഫൻറ്റിൽ നിന്ന് ഈ എട്രാസ്കൻ ഷ്രൂവിലേക്ക് വരുമ്പോൾ അത് രണ്ടറ്റങ്ങളാണ്, മുലയൂട്ടലിൻ്റെ രണ്ടറ്റങ്ങളാണ്. മുലയൂട്ടുന്ന അമ്മയുടെ വാത്സല്യം, നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയ പാരാവാര പരിവഹതി സാരസ്വതമിവ എന്ന് പറഞ്ഞ പോലെ ജഗദംബയുടെ മാറിടം ഒരു മുല ജ്ഞാനത്തെയും ഒരു മുല പ്രേമത്തെയും നൽകുന്നു എന്നാണ്. അപ്പോൾ അതുപോലെ സകല ജീവജാലങ്ങൾക്കും മുലയൂട്ടുന്ന അമ്മ എത്ര വലിയൊരു ആരാധ്യ ദേവതയാണെന്നുള്ളത് അതിലൂടെ വരച്ച് കാണിക്കുകയാണ്. നമുക്കറിയാം, ഹരിദ്രാലേപമാനീയ പുത്രമേകം സസർജ, അതായത് സ്കന്ദപുരാണത്തിലും ഭാഗവത പുരാണത്തിലും ഒരേ കഥ ആവർത്തിക്കുന്നുണ്ട്. ജഗദംബയായ പാർവതീദേവി കുളിക്കാൻ പോകുമ്പോൾ ദേഹമാകെ മഞ്ഞൾ പുരട്ടിയെന്നും വിനോദമായിക്കൊണ്ട് ആ മഞ്ഞൾ തന്നെ ഒരു ഉണ്ടയാക്കി മഞ്ഞൾ കൊണ്ടൊരു രൂപത്തെ അതിനെ സൃഷ്ടിച്ചെടുത്തതാണ് ആദ്യത്തെ ഗണപതി സങ്കല്പമെന്ന് പുരാണം പറയുന്നു. സ്കന്ദപുരാണം പൗരാണികമായ സങ്കല്പമാണ്. അതിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പുരുഷ സംബന്ധമില്ലാതെ കേവലം അമ്മ സൃഷ്ടിച്ച കുഞ്ഞാണ്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വരായൈ നമ. അവിടെ സ്ത്രീലിംഗമായിട്ടാണ്, ഗണേശ്വര എന്നാണ്. അപ്പൊ കാമേശ്വരന്റെ പരമശിവന്റെ മുഖത്ത് നോക്കി മന്ദസ്മിതം തൂകിയപ്പോൾ ആ സങ്കല്പത്തിൽ നിന്ന് ദേവിയുടെ പൂർണ്ണ തേജസ് ഒരു കുഞ്ഞായി മാറിയെന്നാണ്. അവിടെ ലൈംഗിക ബന്ധത്തിലൂടെയല്ല, ഇണചേരലിലൂടെയല്ല, സങ്കല്പത്തിലൂടെയാണ്. കാമേശ്വര മുഖം നോക്കിക്കൊണ്ടാണ്. കൽപ്പിത ശ്രീ ഗണേശ്വരായൈ നമ. അപ്പൊ അങ്ങനെ കേവലം ദേവിയുടെ പരാശക്തിയുടെ പൂർണ്ണ ചൈതന്യത്തെ, അതായത് അമ്മ മാതൃത്വത്തെ ഒരു ദേവതയാക്കി സങ്കല്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ. എന്താണ് ഇത് കാണിക്കുന്നത്? കരയിൽ മുലയൂട്ടുന്ന ഏറ്റവും വലിയ ജീവിയുടെ തലയും മധ്യഭാഗത്ത് വരുന്ന മനുഷ്യന്റെ ഉടലും വാഹനമായിക്കൊണ്ട് ഏറ്റവും ചെറിയ ഷ്രൂവിൻ്റെ, അതായത് ഏറ്റവും ചെറിയ കുഞ്ഞെലിയുടെ രൂപവും വെച്ചിരിക്കുകയാണ്. അപ്പം മുലയൂട്ടൽ ക്രമം എന്ന് പറയുന്നത് ആരാധന കാലക്രമത്തിൽ വന്നപ്പോൾ മാതൃക്രമത്തിലേക്ക്, അതായത് അമ്മ താവഴി ആരാധനയിലേക്ക് വന്നപ്പോൾ
ഗണപതി വളരെ പ്രബലനായ ഒരു ദേവതയായി തീർന്നു. അതിപ്രബലനായ അഗ്രഗണ്യനായ പ്രഥമ പൂജനീയനായ ദേവതയായി തീർന്നു. വൈദിക കാലത്തും അങ്ങനെ തന്നെയാണ്, ഗണപതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ ആ ഗണപതി വലിയ രൂപമാറ്റം സംഭവിച്ചിട്ടാണ് ഈ ആനത്തലയും എലിവാഹനുമായിട്ട് തന്ത്രത്തിലും അതുപോലെ തന്നെ പുരാണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഈ മാതൃക്രമത്തോടുള്ള ഒരു മനുഷ്യൻ്റെ പ്രതിപത്തിയും അതിനോടുള്ള വിധേയത്വവുമാണ്. ശരിക്കും അത് രണ്ടും ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിലൂടെ എന്താ ഘടിപ്പിച്ചിരിക്കുന്നത്? കരയിലുള്ള എല്ലാ ജീവികളുടെയും റെപ്രസെൻറ്റേറ്റീവാണ്, അല്ലെങ്കിൽ കരയിലുള്ള എല്ലാ ജീവികളും പ്രാർത്ഥിക്കുന്ന ഒരു ബിംബത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏറ്റവും വലുതിനെയും ഏറ്റവും ചെറുതിനെയും A to Z എന്ന് പറയുന്ന പോലെ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഗണപതിയുടെ താന്ത്രികവും പൗരാണികവുമായ സങ്കല്പം. ഗണപതി എലിയുടെ മേലെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. വേദം ജപിക്കുമ്പോൾ, ഓംകാരം ജപിക്കുമ്പോൾ, ഓംകാരത്തിന് പ്രണവത്തിന് ഗണപതിയോട് സാമ്യമുണ്ട്. പ്രണവം എഴുതുന്ന രീതിയിൽ ഗണപതിയോട് സാമ്യമുണ്ടെന്ന് പറയും. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, വേദത്തിൽ ഓരോ മന്ത്രവും ഉച്ചരിക്കേണ്ടുന്ന മാത്രയുണ്ട്, മാത്രാബലം. അപ്പോൾ ഓരോ മന്ത്രവും എത്ര മാത്ര ഉച്ചരിക്കണം എന്നുള്ളത് വൈദികമായ നിഷ്ഠയാണ്, ശിക്ഷാശാസ്ത്രമാണത്. അപ്പോൾ ഓം എന്നുച്ചരിക്കുമ്പോൾ 3 മാത്ര ഉച്ചരിക്കണം, പ്ലുതം. എങ്കിൽ അതിന് താഴെ 3 എന്ന് സംസ്കൃതത്തിൽ എഴുതിയാൽ സത്യത്തിൽ ഒരു കുഞ്ഞെലിയുടെ രൂപമാണത്. 3 എന്ന് സംസ്കൃത ഭാഷയിൽ ദേവനാഗരിയുടെ അക്കത്തിൽ എഴുതിയാൽ അത് ഒരു കുഞ്ഞെലിയുടെ രൂപമാണ്. അതായത് പ്ലുതത്തിനു മേലെ സഞ്ചരിക്കുന്ന പ്രണവത്തെയാണ് ഗണപതി എന്ന് വൈദികൻ വിളിച്ചത് എന്നർത്ഥവും എടുക്കാം. വൈദികമായ ഗണപതിയുടെ അർത്ഥമാണിത്. അതായത് ഇത്ര മാത്ര ഉച്ചരിക്കേണ്ടതാണ് ഓംകാരം. അപ്പോൾ ഗണപതിക്ക് പ്രണവസ്വരൂപൻ എന്ന് പ്രസിദ്ധമായ പേരുണ്ട്. നമുക്കറിയാം, ഓം എന്നുച്ചരിക്കുമ്പോൾ അവിടെ ഗണപതിയായി കഴിഞ്ഞു. അഗ്നിം എന്ന് പറയുമ്പോൾ അത് സുബ്രഹ്മണ്യനായി എന്ന് പറയും. പരബ്രഹ്മത്തിൻ്റെ 2 പുത്രന്മാരായിട്ട് ഈ 2 സങ്കല്പങ്ങളെ നമ്മൾ വളരെ കാവ്യാത്മകമായിട്ട് യോജിപ്പിച്ചിരിക്കുകയാണ്. ഓം എന്നത് ഗണപതിയും അഗ്നി എന്നത് സുബ്രഹ്മണ്യനുമായി പിൽക്കാലത്ത് പൗരാണിക സങ്കല്പത്തിൽ വന്നുകൂടി. സത്യത്തിൽ പ്രണവം ഉച്ചരിക്കപ്പെടുന്ന പ്ലുതം അല്ലെങ്കിൽ പ്രണവത്തിൻ്റെ മാത്രയായിട്ട് എലിയെ വരച്ചിരിക്കുന്നത് 3 എന്ന് എഴുതുന്ന പോലെയാണ്. അപ്പോൾ ആ മാത്രയാണ് അത് കാണിക്കുന്നത്. ആ മാത്രയ്ക്കുമേൽ സഞ്ചരിക്കുന്ന ശബ്ദം, ആദിനാദം, ഓംകാരം, അതിനൊരു രൂപം കൊടുത്തതാണ് ഗണപതി എന്നും പറയാം.